ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. ഞാനും ജീജോവും ടച്ചും എൻ്റെ ഫ്രണ്ട്സായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡെസേർട്ട് സഫാരിക്കാണ് നമ്മളിന്ന് പോകുന്നത്. പിന്നെ ആദ്യത്തെ നമ്മളെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞൊരു പ്രശ്നം വരും, നമ്മളെ സൗണ്ട് ഭയങ്കര മോശമാണ്, അതാണ് ക്ലിയർ ഒന്നുമില്ല എന്ന്. അപ്പോൾ അതിന് നമ്മൾ മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല സെറ്റ് ചെയ്തത്, എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണും. അപ്പൊ നമ്മൾ എങ്ങനെ ഇപ്പൊ പോണ്? ടാക്സിയിലല്ലേ? ടാക്സി വിളിക്ക്. ടാക്സി കം കം കം. വായോ ജീജു ഫ്രണ്ട് കേറിയോ? എല്ലാവർക്കും കേറാനൊക്കെ ഒരു മടി. ഇതാണ് നമ്മുടെ സ്പോൺസർ. ജിജോ ഒരു ഹായ് അണിച്ചൻ. ഹായ്. ഇത് നമ്മുടെ അടുത്ത സ്പോൺസർ. ഞാൻ സ്പോൺസർ അല്ലെങ്കിലും ട്രാവലർ. അപ്പൊ നമ്മുടെ ടാക്സി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്ന? ടാക്സിയിൽ എവിടം വരെയാണ് പോകുന്നത്? സെൻട്രൽ ബസ് സ്റ്റേഷൻ. നമ്മൾ സെൻട്രൽ ബസ് സ്റ്റേഷൻ വരെ പോകണം. പിന്നെ അവര് നമ്മളെ പിക്ക് ചെയ്യും അല്ലേ? 2:30 എത്താൻ പറഞ്ഞു. ഇപ്പൊ എത്ര മണിയായി? 2:05. അപ്പൊ ഇവിടെ നിന്നൊരു 10-15 മിനിറ്റത്തെ ദൂരമുണ്ട് അവിടം വരെ. പിന്നെ അവിടെ നിന്ന് നമ്മള് പിക്ക് ചെയ്യും അല്ലേ അവര് വണ്ടി 2:30 വന്നിട്ട് അവര് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ അവിടെ എത്തുന്നവരെ ഇവര് എനിക്ക് തന്ന സർപ്രൈസ് ഗിഫ്റ്റിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗൈസ്, നിങ്ങളത് കണ്ടിട്ടൊരു അപ്പൊ അവിടെ ചെണ്ടമാ കാണാം. ഓക്കെ? പനി, ജലദോഷം, ചുമ. ഇതൊരു മൈക്കാ. ഇതിപ്പോ ഇതിനാണ് രണ്ടെണ്ണം കൂടെ വിളിച്ചു വരുന്നത്. ഞാൻ സത്യമായിട്ട് ഒന്നാണ് ഇത് വാങ്ങാൻ വേണ്ടി ഇരുന്നേന്. ഞാനവിടെ പനിയും പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി ഇരുന്നേണ്. പെടുന്നല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അടിപൊളി. ഇതെപ്പോ വാങ്ങിച്ചത്? എപ്പോ മേടിച്ചു? എന്നാലും നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഇത്. സർപ്രൈസ് വരെ പറഞ്ഞിട്ടല്ലോ. നിന്റെ വീഡിയോ എനിക്ക് വേണ്ടി എടുത്താണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ ഇവിടെ എത്തി. നമ്മൾ പോണ വണ്ടി അവിടെ ബസ്സിലാണ് നമ്മൾ പോണത്. ഇത് ബുക്ക് ചെയ്തത് മഹാനാണ്, ജീജു. ഇത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ബസ്സിൽ അടിച്ചേറ്റി കൊണ്ടുപോവാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി എന്താവും എന്ന് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും വൺ ത്രില്ലാണ് ഉള്ളത്. ടച്ചുമൊക്കെ വേറെ ലെവല് ഗൈസ്. അപ്പൊ നമ്മൾ കയറുകയാണ്. എന്തായാലും സ്റ്റേ ട്യൂൺ. ഞാൻ വിചാരിച്ചു വല്ല കാറിലെങ്ങാനായിരിക്കും പോണേ. എന്താണ് അവസ്ഥ? സെറ്റ് അല്ലല്ല? എന്തായാലും നമ്മളിത് പൊളിക്കും. എന്തായാലും ബാക്കി നമ്മള് അവിടെ എത്തിയിട്ട് നമ്മൾ കാണുന്നതാണ്. ഈ ഉപ്പാപ്പാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മളവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഗായ്സ്, നമ്മളിപ്പോ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം ഏതാണ്ട് 1/2 മണിക്കൂർ തന്നെ. ഇതിപ്പോ നമ്മളിപ്പോ പോയിട്ട് എവിടെ എത്തും നമുക്ക് ഒരു പിടിയില്ല. നമ്മുടെ ഡ്രൈവറൊക്കെ ഇപ്പൊ 100-160 കടച്ചു വിട്ടോണ്ടിരിക്കണ വണ്ടി. ഇതിപ്പം നമ്മൾ എവിടെ ചെന്നെത്തുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഡെസേർട്ട് പോയിട്ട് അതിൻ്റെ ഒരു തരി പോലും കാണാൻ കിട്ടുന്നില്ല. കാഴ്ചകൾ കാണിച്ചൂടെ? കാണിച്ചു.
ഫൈനലി നമ്മൾ ഡെസേർട്ട് സഫാരിയുടെ അടുത്തെത്തി. നമ്മൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇനിയിപ്പോൾ വണ്ടി വരുന്നു. നമ്മൾ 20 മിനിറ്റ്സ് റൈഡ് ആയി. 20 മിനിറ്റ്സ് റൈഡ്. പിന്നെ ടോപ്പിൽ കൊണ്ടെടുത്തിട്ട് അവിടെ സൺസെറ്റിൻ്റെ അല്ലേ. അപ്പം നമ്മളെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ അവിടെ ബഗ്ഗി റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ബഗ്ഗിന്റെ പരിപാടി അവിടെ നടക്കണം കേട്ടോ. കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എക്സ്പീരിയൻസ് ആയിട്ടാ. ഓക്കെ, ഫോട്ടോസ് എടുക്കാൻ 10-15 മിനിറ്റ് ഇവിടെ നിൽക്കാം. ജീവനുണ്ടോ വെച്ചു? ഇറങ്ങാൻ പറ്റുമോ? ബോധമുണ്ട് ഗായ്സ്, ബോധമുണ്ട്. ഒരു രക്ഷയില്ല. ഒരു വട്ട് ഡ്രൈവർ, പ്രാന്തൻ ഡ്രൈവർ എന്നൊക്കെ പറയൂലേ, ആ സെറ്റപ്പ്. ഓ, ഇതാണ് നമ്മൾ വന്നത്. നടക്കാനൊന്നും പറ്റില്ല. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഞാൻ വെച്ച് ഫോൺ പോയെന്നേ. ഇത് ആടുജീവിതം. അവരൊക്കെ എങ്ങനെയാണ് നടന്ന്? ഇവിടെ നടക്കാൻ പറ്റണില്ല കേട്ടോ. ഓ, പക്ഷേ ഇതൊരു വ്യൂ ആണ് ഗായ്സ്. അല്ലാ, ഓ, ഇവിടെ നിന്ന് പോയി അങ്ങ് താഴോട്ട് പോവാം കേട്ടോ. ഇവിടെ സ്ലോപ്പാണ്. പക്ഷേ ഇത് വ്യൂ ആണ്. പക്ഷെ എന്റെ കിളി പോയിരിക്കുകയാണ്. എനിക്ക് ഛർദ്ദിക്കാനും നോക്കുന്നത്. ഒന്നും പറയാനില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെനിക്കൊന്ന് ഫാമാന്ന് തോന്നുന്നു കേട്ടോ.
ഗായ്സ് നമ്മളിങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ ഫോട്ടോ സെക്ഷനാണ്, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഓക്കെ ബൈ. ഇനി ബാക്കി ഇനിയുണ്ട് റൈഡെന്ന് തോന്നുന്നു, ഇനിയും 10-20 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു റൈഡ്. 20 മിനിറ്റ് അല്ലേ? പിന്നെ 20 മിനിറ്റ് റൈഡും കൂടെ ഉണ്ട്. എടുക്കാൻ പറ്റുമെങ്കിൽ റൈഡിൽ എടുക്കും, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് എടുക്കുള്ളൂ. പൊടി കാരണം സാൻഡ്. ഞാൻ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുവഴിയൊക്കെ എങ്ങനെയൊക്കെയോ വന്നു, ഒരു രക്ഷയില്ല കേട്ടാ. എങ്ങനെ ചങ്ങായി, ഒരു പ്രാന്തൻ ഡ്രൈവർ. നല്ല വൈബ്. അയാള് വ്ലോഗ് എടുക്കണമെന്ന് മനസ്സിലായപ്പോ നന്നായിട്ട് വണ്ടി അടിപൊളി കേട്ടോ. അപ്പോൾ ഗായ്സ് വരാം, ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, അവരെ കൊണ്ടാക്കിയിട്ട് വീണ്ടും നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് അത് പൊളിച്ച് കറക്കിയിട്ടേ വീണ്ടും കൊണ്ടിറക്കി. താണ്ട നിൽക്കുന്ന 2 കപ്പിൾസ്. എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടിയിട്ട് വയ്യ, ശരീരം മൊത്തം ഇളവിയിട്ട്. ശരീരം മൊത്തത്തിൽ ഇങ്ങോട്ട് ഇളവി. ചങ്ങായി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ സീൻ. നിങ്ങൾ എന്നോട് കയറിയില്ലേ, ഞാൻ ഫോട്ടോ എടുത്തു തരാം. അതേ കണക്കിട്ട് തച്ചു ജീജും കൂടെ കയറിയില്ലേ, നൈസാവും. ഇവിടെ ഇപ്പൊ ഇവർക്ക് പുള്ളിക്കാരൻ ഫോട്ടോ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. ജീജോ കേറുന്നില്ലേ? അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ ഇവിടെയൊക്കെ. ഓക്കെ ഗൈസ്, വരാം, ഞാൻ ഇവരെ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ കപ്പിൾസ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചങ്ങായി കിടിലോണ് കേട്ടോ, അല്ലേ? കപ്പിൾസ് എല്ലാം ഹാപ്പിയാണ്, സിംഗിൾസ് എല്ലാം ശോകമാണ്. അല്ല, എനിക്ക് തോന്നുന്നു ചങ്ങായും സിംഗിൾ ആണെന്ന് തോന്നിയ. മറ്റേ പരുന്തിന്റെ സംഭവം അല്ലേ? ये 5 लिखना है और वो रिपीट था, मैंने आपको इशारा किया जो 6 था ना, रिपीट था। और ये लिखना, ये वो कितना लिखा है आपने? 6 और ये 5 है, वो ये 6-5 करो खलास, तो 6-5 करो. പിന്നെ ഹിന്ദി അറിയാത്തോണ്ട് വല്ല പ്രശ്നമൊന്നുമില്ല, അവരെന്തൊക്കെയോ പറയും. अभी आप लोग जाओ, एंजॉयमेंट करो, खेल जो भी एक्टिविटीज आप लोग का है, आप लोग को एंजॉय करो. ഓക്കേ, ഓ ഇതാണ് ബഗ്ഗി റൈഡ്. പക്ഷെ ഈ ഒരു സർക്കിളിൽ മാത്രമായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ക്യാമ്പിങ്, ഇവിടെയാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ. ഇത് ക്യാമൽ സഫാരി. പക്ഷെ ക്യാമൽ സഫാരിയിൽ ആരും അങ്ങോട്ട് ഓട്ടുന്ന കാണുന്നില്ലല്ലോ ഇവിടെ ചോണ. വേണ്ട പക്ഷെ ജീജു അല്ലാണ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന്. ഫാൽക്കൺ ഫോട്ടോ, അതേപോലെ എനിക്ക് തോന്നുന്നു ക്യാമൽ സഫാരി, പിന്നെ മറ്റുള്ള സ്കേറ്റിംഗ് പോലത്തെ സംഭവം, പിന്നെ ബഗ്ഗിൻ്റെ അത്, ഇതൊക്കെ എനിക്കൊന്ന് സെപ്പറേറ്റ് പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കാർ സഫാരി മാത്രമേ ഇതിൽ ഇൻക്ലൂഡ്, കാർ സഫാരിയും അതേപോലെ ഫുഡും, അതാണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് തോന്നുന്നു. ലെറ്റ്സ് സീ, എന്തായാലും നോക്കാം. ഇല്ല
അല്ല മലയാളി മലയാളി അല്ല. അത്ര കൊണ്ടാ. അപ്പൊ പിന്നെ ഇല്ലെന്ന് പറ. ഒരു ദിവസം ടാക്സ് ആണ്. എന്തൊട്ടുന്നു നെയ്മ് എന്താ? സിക്കന്ദറിന്റെ നെയ്മ്. ഓ ഇവിടെ ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ജീജുവിന്റെ. ഓ ഇത് അടിപൊളി കേട്ടാ. ജീജു നമ്മള് ഫോട്ടോ എടുക്കണ്ട കേട്ടോ, അവര് തന്നെ ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അത് കടിക്കോ? ഓ ജീജു എന്നൊരു പരുന്ത. ആ ആ ഈ കൊക്കിന്റെ പേരെന്തോന്ന്? ഷറഫ് അന്തര് സിക്കന്ദർ. പക്ഷെ എന്തെങ്കിലും ആവോ? ഒന്നാവൂല. മലയാളം അറിയാം? മലയാളം കേരളയാ? ഓ അല്ലാ. His name? सिकंदर. സിക്കന്ദർ. അമ്മയുടെ ക്ലിയർ. Oh my god. It will not bite, right? No bite. ഇത് അടിപൊളി കേട്ടാ. സിക്കന്ദർ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെറ്റിനെ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് പേടിയാണ്. അച്ചു മറ്റേ നമ്മള് മറ്റേ യേശു ക്രിസ്തു നിൽക്കൂലേ? സിക്കന്ദർ സിക്കന്ദർ സിക്കന്ദർ. हेलो. ഓ സീനല്ലേ? ഓ ഇങ്ങനെയാണ് പോസ് ചെയ്യാവുള്ളത്. നമ്മളാണെങ്കിൽ മറ്റേ യേശു ക്രിസ്തുവിനെ പോലെ ഇന്ന് കൊടുത്തു. അങ്ങനെ സിക്കന്ദറും എക്സ്പീരിയൻസ് ചെയ്തു ഗൈസ്. അത് കൊള്ളാട്ടാ, അടിപൊളി എക്സ്പീരിയൻസ്. അത് പെർ പേഴ്സൺ എത്ര ആയിരുന്നു? 10. വ്ലോഗ് സ്റ്റാർട്ടിങ്. ജസ്റ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഓക്കെ? ഇങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു സബ്സ്ക്രൈബറിന് കിട്ടുന്നത്. ഗൈസ് നമ്മൾ തെറ്റിദ്ധരിച്ചേട്ടാ. നമ്മൾ വിചാരിച്ച് ക്യാമൽ റൈഡിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണോ. അപ്പം പുള്ളി എൻ്റെ അടുത്തൊന്ന് ചോദിച്ച് ക്യാമൽ റൈഡ് വരണം. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ വീണ്ടും ജീവനെ വിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഫ്രീ ആണ്, അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത്ര സിംഗിൾ സിംഗിൾ. ഓക്കെ ഓക്കെ, ആദ്യം ജീജു തന്നെ പോട്ടെ. ഗണപതിക്ക് ആദ്യം ഒന്നല്ലേ? യാ കപ്പിൾസ് നിങ്ങൾ പൊക്കോ. കരച്ചിലാണ്ട് തന്നെ എടി നീ കൂടെ പൊക്കോ, നിങ്ങൾ ഒരുമിച്ച് കയറിക്കോ, നൈസാണ്. അല്ല ജീജു എന്തരൊക്കെ ആവാൻ പോണാണ്. അതെന്തരി എത്ര ഒരു അമറല് തച്ചോ. യാ ദേ ആർ കപ്പിൾസ്, ദേ ആർ കപ്പിൾസ്. ജീജുനെ ഫസ്റ്റ് കയറ്റിക്കോ, അല്ല തച്ചുനെ ഫസ്റ്റ് കയറ്റിക്കോ.
Allah Allah. Oh. അയ്യോ. ഓ. ടച്ചോ. ജീജു. Guys, അവര് ക്യാമറ കേറി പോന്ന്. ഓ ഈ വട്ടത്തിലിട്ടേ കറക്കുള്ളൂ കേട്ടാ. വട്ടത്തിലിട്ടേ കറക്കുള്ളൂ. പക്ഷെ ഇവിടെ ക്യാമറമാൻസ് ഒക്കെ അപ്പൊ സ്റ്റിൽസ് എടുക്കുന്നുണ്ട്. അതിനി വീണ്ടും പൈസക്കാണെന്ന് എനിക്കറിയില്ല. എന്നെ ഇനി കേറ്റോ? അല്ല എന്നെ ഇനി ഈ ഒട്ടകത്തിലാന്ന് പറയുന്നത്. സേഫ് ആയിട്ട് എടുത്തോണേ. ഇറുക്കി പിടിച്ചിരിക്കണോ? ബാക്ക് സൈഡ്. അല്ലാ ഓ ഒമ്പോ ഓ ഓയ്യോ. ഇരിക്കേ. അല്ല ഇരിക്കണില്ല. ഇരിക്കല്ലേ. അല്ല പെട്ട്. ഇരിക്കേ 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 ഇരിക്കടാ. ഓ അമ്പോ. സൂപ്പർ എക്സ്പീരിയൻസ്. താങ്ക് യു. അടിപൊളി. ഓ മറ്റെല്ലാം സ്കേറ്റിംഗ് പോലത്തെ മോളിന്ന് ഇങ്ങനെ ഇതാക്കി വിടും. അല്ല ആ ബോർഡിൽ ഉണ്ട് ഇന്ന്. പക്ഷെ ബോർഡ് എടുത്തോണ്ട് പോയി തിരിച്ചാ ചങ്ങായി. അല്ല പാവല്ലേ. അപ്പൊ നമ്മള് ക്യാമൽ റൈഡും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ക്യാമ്പിന്റെ അകത്തോട്ട് കയറാൻ പോവാ. ഇവിടെയാണ് നമ്മളെ ഫുഡ്. നമ്മളെ കൂടെ വന്നൊരു ബഗ്ഗിക്ക് പോകണട്ടോ. പക്ഷെ ഇതൊക്കെ ഒരു സെറ്റ് ഇന്നാണ്ട് ഈ കയറ് കെട്ടിയിട്ടേക്കുന്നത്. ഈ സ്ഥലത്ത് മാത്രം നമുക്ക് ഓട്ടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കയറാത്തത്. പക്ഷെ ഓട്ടിക്കാൻ കിട്ടുന്നെങ്കിൽ ഫുള്ള് ത്രൂ ആയിട്ട് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ ഓട്ടിക്കാൻ കിട്ടണം. ഇന്നത്തെ കാര്യമുള്ളൂ. പക്ഷെ ഈ ഒരു റൗണ്ടിൽ മാത്രമേ നമുക്ക് ഓട്ടിക്കാൻ പറ്റൂ. അതുകൊണ്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല. എനിവേ പക്ഷെ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ ക്യാമ്പ്. ഇവിടെയാണ് നമുക്ക് ഇന്നത്തെ നൈറ്റിലെ ഫുഡ്. കൊണ്ടൊന്നും ഇങ്ങനെ കിടന്ന് കറങ്ങാൻ പറ്റത്തില്ല കേട്ടാ. ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴും വീഴുന്നേനെ. 2 കറക്കം കറങ്ങുമ്പോൾ ഞാൻ വീഴും. പക്ഷെ ആ കൊച്ച് കളിച്ച് നല്ല കളിച്ചു, കൊള്ളാം.
അവൻ തന്നെ ഗായ്സ്, അപ്പം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഫുഡെല്ലാം കഴിച്ച് പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നില്ല, ബെല്ലി ഡാൻസ്. നോ പ്രോബ്ലം, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. അച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ അല്ലായിരുന്നോ? ജീജു അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത നമുക്ക് നല്ലൊരു വ്ലോഗായിട്ട് തിരിച്ചു വരാം, കാണാം. ഓക്കെ, ബൈ.